ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് മത്തൻ്റെ ഇലയാണ്. മത്തങ്ങ ഉണ്ടാകുന്ന ചെടിയുടെ മത്തൻ്റെ ഇലയാണിത്. ചില സ്ഥലത്ത് പിയണി ഇലയെന്ന് പറയും. തിരുവനന്തപുരം ജില്ലയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ചാനലിൽ ഞങ്ങൾ കണ്ടിരുന്നു ഇതേപോലെ ചുരങ്ങയുടെ ഇല തോരൻ വയ്ക്കുന്ന വിധം. ഞങ്ങളാരും ചുരങ്ങിയ മത്തങ്ങയുടെ ഇലയൊന്നും തോരൻ വയ്ക്കാറില്ല. അപ്പം കുറച്ച് മത്തൻ്റെ ഇലയുണ്ട്, കൊണ്ടുതരാം, തോരൻ വയ്ക്കുന്നത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് മത്തയുടെ ഇല തോരൻ വയ്ക്കുന്നത് കാണിക്കാം. മത്തൻ്റെ ഇളം ഇല എടുക്കണം, ഒരുപാട് മുറ്റിയ ഇല എടുക്കരുത്. തണ്ട് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ പൂവ് നല്ലതാണ് കേട്ടോ. മത്തൻ്റെ ഇളം തണ്ട്, ഇളം ഇല, പൂവ് ഇതെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഇലവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് മത്തൻ്റെ ഇലയാണ്. ഞാൻ പലതരത്തിലുള്ള ഇലകൾ തോരൻ വെച്ചിട്ടുണ്ട്, ഭക്ഷ്യയോഗ്യമായ ഇലകൾ തോരൻ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും രുചികരമായിട്ട് എനിക്ക് തോന്നിയത് ഈ മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇല പറിച്ചുകൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി, അല്ല അതിൻ്റെ ബാക്കിൽ ഒരു ഞരമ്പുണ്ട്, ഇങ്ങനെ ഉണ്ടോ, ആ ഞരമ്പ് ഇങ്ങനെ എടുത്ത് കളയുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ കശക്കണം. കശക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഒരു തരം രോമങ്ങൾ പോലെയുണ്ട്, അരം പോലെയുണ്ട്, അതെല്ലാം പോവും. ഇങ്ങനെ കൈ കൊണ്ട് കുടയുക. ഓരോ ഇലയും ഇങ്ങനെ എടുത്ത് കുടഞ്ഞിട്ട് ഇങ്ങനെ കീറി കീറി എടുക്കുക. കീറി കീറി ഇങ്ങനെ അടുക്കി വയ്ക്കുക. മത്തൻ്റെ ഇല അരിയുക. കയ്യിൽ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട്, അല്ലെങ്കിൽ ബോർഡിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്കിതാണ് വശം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ കീറിയതുകൊണ്ട് വളരെ ചെറുതായിട്ട് നമുക്ക് അരിയാൻ സാധിക്കും. ഇനി ഇതിന് നമ്മൾ എന്തൊക്കെ ചേർക്കുന്നുവെന്ന് പറയാം. ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉഴുന്ന്, കടുക് വറുക്കാണ്ട് ഉഴുന്ന് ഉപയോഗിക്കണം, മഞ്ഞൾപ്പൊടി, ഇല ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി കുത്തി ചതച്ചെടുക്കണം. ചുവന്നുള്ളി അരിഞ്ഞാണ് വെക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. പച്ചമുളക്, ചുവന്നുള്ളി, ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പ് ചേർത്ത കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടി അതിൽ വീണുപോയി. അതാണ് ഇടയ്ക്ക് അങ്ങനെ കാണുന്നത്. ഉഴുന്ന് പരിപ്പ് നല്ല ചുവപ്പ് നിറമാവണം. ഇതേ കളറാകുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴട്ടുക. അതിനുശേഷം ഇല ചേർത്ത് കൊടുക്കുക. ഇലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഏത് ഇലവർഗ്ഗം നമ്മൾ കറി വെച്ചാൽ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, കൂടി പോകരുത്. ഇലയാണ്, പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കുമ്പോൾ ഉപ്പ് എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കും. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ, അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. എന്നോട് ഒരാൾ ചോദിച്ച് വെള്ളം ചേർക്കാമോ എന്ന്. വെള്ളം ചേർക്കാൻ പാടില്ല. എന്നിട്ട് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് തേങ്ങ ചിരകിയത് ചതച്ച് ചേർക്കുക. പൊടിയായിട്ട് ചിരകുകയാണെങ്കിൽ ചതയ്ക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇളക്കി അടച്ചു വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. കണ്ടോ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി കേട്ടോ, അടിപൊളി ടേസ്റ്റാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.